രണ്ടിടത്ത് ബി ജെ പി, ഫൈസാബാദിൽ ബിജെപി പിന്നിൽ, അയോധ്യ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഫൈസാബാദിൽ ബിജെപി ട്രെയിനിങ്. സ്മൃതി ഇറാനി പിന്നിൽ, നരേന്ദ്രമോദി പിന്നിൽ, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ബി ജെ പി പിന്നിൽ. ഏറ്റവും വലിയ ചാലക ശക്തിയാകുമെന്ന് വിചാരിച്ച അയോധ്യ തിരിച്ചടിയാവുകയാണോ എൻ ഡി എക്ക്? വലിയ വാർത്തയാണ്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ബി ജെ പി പുറകിൽ പോകുന്നത് വാരണാസിയിൽ മോദി പുറകിൽ പോയതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം പിന്നിലാണ്. 22 മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. 24 ഇന്ത്യ സഖ്യം മുന്നേറുന്നത്. ഗുജറാത്തിൽ നിങ്ങൾ നോക്കൂ, 3 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിൽ 3, രാജസ്ഥാനിൽ 11, ബി ജെ പി 13. ഏറ്റവും അധികം പ്രവചിക്കപ്പെട്ടത് 7 അവിടെയാണ് 11 സീറ്റുകളിൽ. മഹാരാഷ്ട്രയിൽ ബി ജെ പി പിന്നെയും താഴെ പോകുന്നു. 18 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ സഖ്യം 23 മഹാരാഷ്ട്രയിൽ മുന്നേറുന്നത്. മഹാരാഷ്ട്ര പ്രവചിക്കപ്പെട്ടതാണെങ്കിൽ ഉത്തർപ്രദേശിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. രാംലല്ലയുടെ അയോധ്യ, കാശി വിശ്വനാഥന്റെ വാരണാസി, രണ്ടും ബി ജെ പിയെ കൈവിടുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? ഉത്തർപ്രദേശിൽ ഇന്ദിരാഗാന്ധിക്ക് 977 സംഭവിച്ചത് നരേന്ദ്രമോദിക്ക് 2024 സംഭവിക്കുകയാണോ? ആശ്ചര്യജനകം. 11,000 വോട്ടിന് വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ. ഗുജറാത്തിൽ ഇപ്പോഴും 3 ഇന്ത്യ സഖ്യത്തിന്റെ ലീഡ് നിലനിർത്തപ്പെടുകയാണ്. അതൊരു ശുഭസൂചനയാണ്. ബിക്കോസ് ഗുജറാത്തിലും തുടച്ചു നീക്കപ്പെട്ട ഇന്ത്യ സഖ്യം തിരിച്ചു വരുന്നത് അഖിലേന്ത്യാ തലത്തിൽ വലിയൊരു കോൺഫിഡൻസ് ആണ് ഇന്ത്യ സഖ്യത്തിന്. ഗുജറാത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 41 യു പിയിൽ 41 ഇന്ത്യ സഖ്യം വൻ വാർത്ത. 41 മറ്റേത് ബി ജെ പി 37 മാത്രമേ ഉള്ളൂ. 255 എൻ ഡി എ മുന്നിട്ട് നിൽക്കുമ്പോൾ വാരണാസിയിൽ നരേന്ദ്രമോദിയും അമേഠിയിൽ കേരളത്തിൽ LDF-ന് 3-ാം സ്ഥാനം ഇറാനിയും പിന്നിട്ട് നിൽക്കുന്നു എന്നത് ബി ജെ പി ഞെട്ടിക്കുന്ന ലീഡ് നിലയായി പുറത്തു വരികയാണ്.